എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണം മൂന്നാമത്തെ ദിവസമായി, ചോതി ദിവസം എത്തി. അപ്പോൾ ഇന്നത്തെ പായസം നമുക്ക് നോക്കാം. ഇന്ന് ഞാനിതാ പച്ച പപ്പായ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പച്ച പപ്പായ നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി കുക്കറിലൊരു 2 വിസിലടിച്ചിട്ട് കൊണ്ടുവച്ചതാണിത്. ഇതാ പച്ച പപ്പായ. അതേപോലെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കച്ചറയൊക്കെ കളഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2ാം പാലാണിത്. അതേപോലെ 1ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ചേരുവകളൊക്കെ കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്ത്, ഏലക്കാപ്പൊടി, നെയ്യ്, പിന്നെ ഉപ്പ്, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ പായസത്തിന് സാധാരണ എന്തൊക്കെയാണ് ചേർക്കാറ്, ശർക്കര പായസത്തിന് അതൊക്കെ ഇതിലും ചേർക്കുന്നുണ്ട്. ഇന്നലത്തെ പായസം നിങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ പായസം നമുക്ക് തുടങ്ങിയാലോ. ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നെയ്യിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അണ്ടിപ്പരിപ്പും കിസ്മിസും നല്ലപോലെ നെയ്യിൽ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഉരുളിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച് പപ്പായ പച്ച പപ്പായ അത് കൊടുക്കാം. ഇതൊരു കുഞ്ഞു പപ്പായാണ്, ഒരു ചെറിയ പപ്പായാണ് വെച്ചിട്ടുള്ളത്. ഈ പപ്പായ ഒന്ന് നെയ്യിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഊറ്റിച്ചെടുക്കാം. നമുക്ക് ഇത് വെള്ളമൊന്ന് വറ്റി വരട്ടെ. പപ്പായയിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനി കുറച്ച് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനിയില്ലേ, നമുക്ക് എത്രയാണ് മധുരം ആവശ്യമുള്ള അതിന് കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കറുത്ത ശർക്കര, അതുകൊണ്ട് ഭയങ്കര കളറാണ്. ഇനി നമുക്ക് ഈ ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് ഈ പപ്പായ ഒന്ന് വേവട്ടെ. അപ്പോൾ പപ്പായ ഒന്നുകൂടി ഒരു ബലം വെച്ചേ. ഇപ്പോൾ ഈ ശർക്കര പാനിയിലോട്ട് ഇട്ടപ്പോഴേക്കും കട്ടിയായി. ഒന്ന് ഈ ശർക്കര പാനിയൊക്കെ ഈ പപ്പായയിലോട്ടൊന്ന് പിടിക്കട്ടെ. ശർക്കരപ്പാനിയിൽ കിടന്നിത് പപ്പായ നല്ലപോലെ വെന്ത് ശർക്കരപ്പാനിയൊക്കെ ഈ പപ്പായയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി ഇന്ന് വളരെ കുറവേ ഉള്ളൂ പായസത്തിന്. ഡെയിലി മധുരം കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പം ഷുഗർ പേടിയാണ്. ഒരു ഏജ് കഴിയുമ്പോഴേക്ക് ഷുഗറൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ 2ാം പാലുകൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് നല്ലപോലെ തിളച്ച് പറ്റട്ടെ, ഒന്ന് കുറുകി വരട്ടെ. 2ാമത്തെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അതിൽ കിടന്ന് ഇതാ പപ്പായ നല്ലപോലെ വെന്തിട്ടുണ്ട്. ശർക്കരയും പപ്പായ എല്ലാം കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ കുറേ വറ്റി. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നേ, കുറച്ച് അരിപ്പൊടി ഞാനിതാ കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്ത് വെച്ചതാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ കൂവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതിന് പകരം ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഇതിലോട്ട് കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് തിളക്കട്ടെ. ഇതാ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച പൊടിച്ച ഏലക്കാപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. പപ്പായ കട്ട് ചെയ്തൊന്ന് വേവിക്കേണ്ട ടൈമേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ച 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പച്ച പപ്പായ വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ പച്ച പപ്പായ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നാളെ പുതിയൊരു പായസമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.